ഹായ്, ഗുഡ് ഈവനിങ് ടു ആൾ. ഐ എം ഡോക്ടർ ഷമീർ വിത്ത് യു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരുടെയും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്മാർട്ട് ലൈഫ് വാട്സപ്പ് ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിൽ നമ്മുടെ എല്ലാ ആഴ്ചയിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള സബ്ജക്റ്റുകളെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം നമ്മുടെ കുട്ടികൾ ന്യൂജനാണ്, അതിനനുസരിച്ച് രക്ഷിതാക്കളും അപ്ഡേറ്റ് ആവണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. എല്ലാവരും സ്മാർട്ട് ലൈഫ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഒക്കെ കുട്ടികളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവർ ഇടപഴകുന്ന 5 മേഖലകളുണ്ട്. ഏതൊക്കെയാണ് 5 മേഖലകൾ? നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവർ ഇടപഴകുന്ന 5 മേഖലകൾ ഒന്ന് ഗസ് ചെയ്ത് നോക്കുക എല്ലാവരും. ഏതൊക്കെയാണ്? 1, വീട്, അല്ലേ? 2ാമത്തേത് സ്കൂൾ, 3 പൊതുസമൂഹം, 4ാമത്തേത് സമപ്രായക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ, അല്ലേ? 5ാമത്തേത് സോഷ്യൽ മീഡിയ. ഈ 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നുകൂടി പറഞ്ഞു നോക്കുക. ഏതൊക്കെ ഈ 5 കാര്യങ്ങൾ? വീട്, സ്കൂൾ, പൊതുസമൂഹം, സമപ്രായക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ, സോഷ്യൽ മീഡിയ. ഈ 5 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികൾക്ക് ആനന്ദം നൽകുന്നത് എവിടെയാണ്? ഈ 5 മേഖലകളിൽ എവിടെയാണ് അവർ ഏറ്റവും കൂടുതൽ ആനന്ദം നൽകുന്നത്? സോഷ്യൽ മീഡിയ ആയിരിക്കും, അല്ലേ? ആർക്കെങ്കിലും സംശയമുണ്ടോ? സോഷ്യൽ മീഡിയ ആയിരിക്കും. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായി സോഷ്യൽ മീഡിയ ആയി മാറിയിടത്താണ് രക്ഷിതാക്കളായ നമുക്ക് പേച്ചതും, അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ 5 സ്ഥലങ്ങൾ, ഇതിൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായി സോഷ്യൽ മീഡിയ ആയി മാറിയിടത്താണ് രക്ഷിതാക്കളായ നമുക്ക് പേച്ചതും. ഇവിടെയാണ് നമ്മുടെ ടോപ്പിക്കിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കുട്ടികൾ ന്യൂജനാണ്, രക്ഷിതാക്കളും അതിനനുസരിച്ചിട്ട് എന്താണ് അപ്ഡേറ്റഡ് ആവണം. കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, 90 കിഡ്സും 2K കിഡ്സും ഒക്കെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികളുടെ അടുത്ത് പോയിട്ട് പണ്ട് സ്ട്രീറ്റ് ലൈറ്റിന് താഴെ പഠിച്ചതും, അതല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്കിന് അടുത്തിരുന്ന് പഠിച്ചതും, ഇനി അതുമല്ലെങ്കിൽ കീപാഡ് ഫോൺ ഉപയോഗിച്ച കഥകളും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ കുട്ടികളുടെ അടുത്ത്. കാരണം ഇപ്പോൾ ഉള്ളത് ജനറേഷൻ ആൽഫയാണ്. ടെക്നോളജിയുടെ ഏറ്റവും അപ്ഡേറ്റ് ആയ കാലത്ത് ജീവിക്കുന്ന കുട്ടികളാണ്, അല്ലേ? അങ്ങനെയുള്ളവരെ ഡീൽ ചെയ്യുമ്പോൾ, ഈ കുട്ടികളെ ഡീൽ ചെയ്യുമ്പോൾ രക്ഷിതാക്കളും ചില കാര്യങ്ങളൊക്കെ അറിയുകയും ശ്രദ്ധിക്കുകയും വേണം. ഇവിടെ രക്ഷിതാക്കളായി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, പഠിക്കേണ്ടത് കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കളും കൂടിയാണ്. എല്ലാ മേഖലകളിലും, എല്ലാ രീതിയിലും, എല്ലാ വസ്തുക്കളെ കുറിച്ചിട്ടും, എല്ലാത്തിനെ കുറിച്ചിട്ടും എന്ന് വേണ്ട എക്സെട്ര എല്ലാം പഠിക്കേണ്ടതും അറിയേണ്ടതും കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കൾ കൂടിയാണ്. ആ പോയിന്റ് എല്ലാവരും ഓർത്തു വെക്കണം. പഠിക്കേണ്ടത് കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കൾ കൂടിയാണ്. എന്താ ഞാൻ ഇങ്ങനെ പറയുന്നത്? ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സ്വന്തമായിട്ട് ഫോണുള്ളവരാണ്, അല്ലേ? അതിൽ കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് മിക്ക രക്ഷിതാക്കൾക്കും അറിയുക പോലുമില്ല. എന്തിനു പറയുന്നു? ചില രക്ഷിതാക്കൾക്ക് ആ ഫോണിലുള്ള മിക്ക ഫീച്ചേഴ്സ് പോലും അറിയുക പോലുമില്ല. അതുകൊണ്ട് ടെക്നോളജിയുടെ കാര്യത്തിൽ കൂടുതൽ അറിവ് വേണ്ടത് രക്ഷിതാക്കൾക്ക് തന്നെയാണ്, കുട്ടികൾക്കല്ല വേണ്ടത്. മനസ്സിലാക്കണം. ടെക്നോളജിയുടെ കാര്യത്തിൽ കൂടുതൽ അറിവ് വേണ്ടത് ആർക്കാണ്? രക്ഷിതാക്കൾക്കാണ്. അതറിയില്ലെങ്കിൽ പഠിക്കുക തന്നെ വേണം. ടെക്നോളജി, നമ്മുടെ കയ്യിലുള്ള ഫോണിലുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ അത് പഠിക്കണം. കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറയുന്നു, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് സ്വന്തമായി ഫോൺ കൊടുക്കരുത് ഒരു രക്ഷിതാക്കളും.
കൊടുക്കുമ്പോൾ അതിന് സമയപരിധി വെച്ചിട്ട്, അവരുടെ ആവശ്യങ്ങൾക്കുള്ള സമയപരിധി വെച്ചിട്ടേ കൊടുക്കാവൂ. കറക്റ്റ് സമയത്ത് നമ്മൾ തിരിച്ചു വാങ്ങുകയും വേണം. പഠന ആവശ്യത്തിനായി ഫോൺ കൊടുക്കുമ്പോൾ എപ്പോഴും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫോണിൽ പാരന്റിങ് കൺട്രോൾ ഫീച്ചർ വെക്കാൻ മറക്കരുത്. അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് അറിയില്ല. അറിയാത്തവര് അത് അറിയുന്ന നിങ്ങളെ തൊട്ടടുത്തുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് ചോദിച്ച് പഠിക്കണം. ഫോണിലുള്ള പാരന്റിങ് കൺട്രോൾ ഫീച്ചർ അത് ചോദിച്ച് പഠിക്കുക തന്നെ വേണം എല്ലാ രക്ഷിതാക്കളും. ഇതിലൊരു കാര്യം കൂടി ഞാൻ പറയുന്നു. എൻ്റെ ഒരു സുഹൃത്ത് ഈ ഒരു ഫീച്ചറിനെ കുറിച്ചിട്ട് ഒരു സ്കൂളിൽ ക്ലാസ് എടുത്തു. മുഴുവൻ രക്ഷിതാക്കളോടും ഇന്ന് തന്നെ അതൊക്കെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അവിടെയുള്ള ഒരു അമ്മ ആ ഫീച്ചർ ചെയ്യാൻ കൊടുത്തത് സ്വന്തം മകന്റെ കയ്യിലായിരുന്നു. മകനെ കൺട്രോൾ ചെയ്യുന്നത് മകന് ഇഷ്ടപ്പെടുമോ? മകന്റെ ഫോണിൽ കൺട്രോൾ ചെയ്യുന്നത് ഇഷ്ടപ്പെടില്ല. അപ്പം എന്ത് ചെയ്തു? അവൻ അതിനു വേണ്ടി മറ്റൊരു രീതി ചെയ്തു വെച്ചു. അങ്ങനെ ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചു വെച്ചാൽ, ഈ അമ്മ പിറ്റേക്ക് ദിവസം വന്നിട്ട് ക്ലാസ് എടുത്ത ആളെ വിളിക്കുക. നിങ്ങൾ എന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സിന് കുറെ മോശമായിട്ടുള്ളൊക്കെ സംസാരിച്ചു. അവസാനം ഇയാൾ ചോദിച്ചു, നിങ്ങളെ ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് തന്നെ ചെയ്തു? ആ കറക്റ്റായിട്ട് തന്നെ. ആരാ ചെയ്തത് വെച്ചു? എൻ്റെ മകനാണ് ചെയ്തത്. ആ പാരന്റിങ് ഫീച്ചേഴ്സ് കറക്റ്റ് ചെയ്യാതെ മറ്റൊരു രീതിയിൽ അമ്മയുടെ കണ്ണ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്തു വെച്ചു. ഇതുകൊണ്ട് ഈ ഫീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? പാരന്റിങ് കൺട്രോൾ ഫീച്ചർ നമ്മളൊക്കെ പഠിക്കണം. പഠിച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റഡ് ആവണം. നമ്മുടെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ എപ്പോഴും കൺട്രോൾഡ് ആവും. ഒരു പക്ഷേ അമിതമായി കൊടുത്ത ആളുകൾ പതിയെ ഒറ്റയടിക്ക് നമ്മൾ നിർത്തലൊന്നും നടക്കില്ല. പതിയെ കൺട്രോൾ ചെയ്ത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഒരു 2-3 മാസം കൊണ്ട് നമ്മളെ കുട്ടികൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് കഴിയും. ഫുള്ളായിട്ട് മോചിപ്പിക്കാനൊന്നും ഇന്നത്തെ കാലത്ത് കഴിയില്ല. വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. നമ്മുടെ പണികളൊക്കെ നടക്കാൻ വേണ്ടി, ജോലികൾ നടക്കാൻ വേണ്ടി കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുത്ത് വഷളാക്കിയത്, അല്ലെങ്കിൽ അവരെ മോശത്തിലെത്തിച്ചത് നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെ അവരെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പഠന ആവശ്യങ്ങൾക്കായി നമ്മുടെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഫോണിൽ പാരന്റിങ് കൺട്രോൾ ഫീച്ചർ ചെയ്യാൻ മറക്കണം. അത് പഠിക്കാത്തവർ പഠിക്കുക തന്നെ വേണം. അത് നിങ്ങൾ അടുത്തുള്ള ആളുകളുമായിട്ട്, അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളുടെ അടുത്ത് പോയി ചോദിച്ച് മനസ്സിലാക്കി ആ കാര്യങ്ങൾ പഠിക്കണം. അതിന് നമുക്ക് ഇതിൽ ഒരിക്കലും കഴിയില്ല. അത് ലൈവ് സെക്ഷനുകളിലൊക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് പോയി പഠിക്കുക തന്നെ വേണം. ഇന്നത്തെ കാലഘട്ടം എല്ലാവരും പറയാറുണ്ട്, ഒന്നിനും സമയമില്ല അല്ലേ? വേഗതയേറിയ കാലത്ത് ജനിച്ചത് കൊണ്ട് ജീവിക്കുന്നത് കൊണ്ടും നമ്മുടെ കുട്ടികളും വേഗതയുടെ ലോകത്താണ്. ഏറ്റവും പുതിയ ടെക്നോളജിയിൽ ഏറ്റവും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ശ്രമിക്കുന്നത്. അവരുടെ ബന്ധങ്ങൾ നമ്മളെപ്പോലെ വെളിപ്പാടകലെയല്ല അല്ലേ? നമ്മളെപ്പോലെ വെളിപ്പാടകലെയല്ല അവരുടെ ഒരു ബന്ധങ്ങളും. അന്യ സംസ്ഥാനത്തും അന്യ രാജ്യത്തും അന്യ ഭൂഖണ്ഡങ്ങളിലും അവർക്ക് സൗഹൃദങ്ങളുണ്ട്. ഈ ബന്ധങ്ങൾ എതിർക്കാനല്ല, എന്നാൽ ചെറിയ ഒരു ശ്രദ്ധ നമ്മുടെ കുട്ടികളുടെ സൗഹൃദങ്ങൾ, നമ്മുടെ കുട്ടികളും ആരൊക്കെ ഇടപഴകുന്നു, എന്തിനൊക്കെ ഇടപഴകുന്നു എന്ന ഒരു ചെറിയൊരു ശ്രദ്ധ രക്ഷിതാക്കളും ചെലുത്തുക മാത്രമാണ് ഇന്നത്തെ കാലത്ത് ചെയ്യണമെന്ന് വളരെ വിനയത്തോടു കൂടി. നമ്മൾ കുട്ടികൾ ആരൊക്കെയുമായിട്ട് ഇടപഴകുന്നുണ്ട്, എല്ലാ രീതിയിലും നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഒരു ശ്രദ്ധ നമുക്കുണ്ട്. എന്നാൽ അവരൊരു ടോർച്ചറിങ് ആയി പോരുത്. നമ്മൾ അവരെങ്ങനെ ഫുള്ള് അവർക്ക് വാച്ച് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്യാത്ത രീതിയിലായിരിക്കണം. നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര സിമ്പിളല്ല ഇന്നത്തെ സൈബർ ലോകം. അതും കൂടി നമ്മൾ ഓരോ പാരൻസ് മനസ്സിലാക്കണം. നല്ലതും ചീത്തയും ഇവിടെയുണ്ട്. ഒരാളെ മിടുക്കനാക്കാനും നിരാശയുടെ ലോകത്ത് തള്ളിയിടാനും ഈ ലോകത്തിന് സാധിക്കും. ഏത് ലോകത്തിന്? ഈ സൈബർ ലോകത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സൈബർ ഇടത്തെ പറ്റി കൃത്യമായ അവബോധം ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യണം? രക്ഷിതാക്കൾ നൽകണം. ഒരാളെ ബോഡി ഷേമിങ് ചെയ്യാനോ ബുള്ളിങ് ചെയ്യാനോ ഒന്നും പാടില്ലെന്ന് ആദ്യം തന്നെ പഠിപ്പിക്കുക. കൂടാതെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം സത്യമല്ലെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതൊപ്പം എന്ത് ചെയ്യണം? രക്ഷിതാക്കളായിട്ടുള്ള നമ്മളും പഠിക്കണം. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെ സത്യമല്ല, അത് ഏത് രീതിയിലാണെങ്കിലും.
അത് നമ്മളും മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ കുട്ടികളെയും ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്നത്തെ ലോകത്ത്, ഈ വേഗതയേറിയ ലോകത്ത്, അപ്ഡേറ്റുകൾ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്ക്രീൻ ടൈം. കുട്ടിയുടെ കണ്ണിൻ്റെ ആരോഗ്യത്തെ മാത്രമല്ല ബാധിക്കുന്നത്, അവരുടെ ആരോഗ്യപരമായ തലച്ചോറിൻ്റെ വളർച്ചയും ഇത് ബാധിക്കുന്നുണ്ട് എന്ന് രക്ഷിതാക്കളായ നമ്മൾ അറിയുകയും വേണം. അത് കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും വേണം. സ്ഥിരമായി കൂടുതൽ സമയം സ്ക്രീൻ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് അവരുടെ സ്വഭാവത്തെ നിയന്ത്രിക്കാനും അതോടൊപ്പം തന്നെ അവരിലുണ്ടാകുന്ന അക്രമ മനോഭാവം വർദ്ധിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്ത് വേണം, രക്ഷിതാക്കൾ എന്ത് വേണം, ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വരുത്തണം. ഒളിച്ചോടുന്ന, തൊട്ടാവാടികളാകുന്ന, ആത്മഹത്യയിലേക്ക് ഇറങ്ങിപ്പോകുന്ന, ലഹരിയിലേക്ക് വീണു പോകുന്ന ഒരു കൂട്ടം കുട്ടികൾ, അവർ ഓരോ പാഠങ്ങളാണ്. പുതിയ കാലത്ത് മാതാപിതാക്കൾ എങ്ങനെ മാറണം, എന്തെല്ലാം പഠിക്കണം, എന്തെല്ലാം അറിഞ്ഞിരിക്കണം എന്നതിൻ്റെ വലിയ തെളിവുകളാണ് നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികൾ ന്യൂജനാണ്. ആ ന്യൂജൻ ആൽഫക്കൊപ്പം പിടിച്ചു നിൽക്കാൻ നമ്മുടെ രക്ഷിതാക്കളും എല്ലാ കാര്യങ്ങളും പഠിക്കണം, അറിഞ്ഞിരിക്കണം, അറിയാത്ത ചോദിച്ച് പഠിക്കണം, പഠിക്കുക തന്നെ ചെയ്യണം. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, പഠിക്കേണ്ടത് കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കൾ കൂടിയാണ് എന്ന് ഒരിക്കൽ കൂടി ഉണർത്തി ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഒക്കെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.